ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഈ വീഡിയോയിൽ വരുന്നത് പ്രിയ സുഹൃത്തും സംവിധായകനുമായ അഭിലാഷ് എസ് സംവിധാനം ചെയ്ത കർത്താവ് ക്രിയാകർമ്മം എന്ന ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കാനാണ്. വളരെ നാളത്തെ അടുപ്പമുണ്ട് അഭിലാഷ് എസുമായി. ഒരു ദിവസം യാദൃശ്ചികമായി അദ്ദേഹം വിളിക്കുന്നു. ഈ സിനിമ സഞ്ചരിക്കുന്ന വഴികളെക്കുറിച്ച് പറയുന്നു. അതിൽ ഒരു സ്റ്റോറിയുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യാൻ പറയുന്നു. സ്റ്റോറി പേപ്പറിൽ എഴുതി കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഫോണിൽ കൂടെ ഒരു ത്രെഡ് പറഞ്ഞു. അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടു. അങ്ങനെ പല സമയങ്ങളിലായി ഫോണിലൂടെ തന്നെ അതിൻ്റെ ഡിസ്കഷൻ നടന്നു. പിന്നീട് അത് എഴുതി പൂർത്തിയാക്കാൻ പറഞ്ഞു. പല തിരക്കുകൾ കാരണം സാധിച്ചില്ല. ഒടുവിൽ അതിൻ്റെ തിരക്കഥ അദ്ദേഹം തന്നെ പൂർത്തിയാക്കി. അതിനുശേഷം പലതവണ വിളിച്ചു, എനിക്ക് ഫോൺ എടുക്കാൻ പറ്റിയില്ല. യാദൃശ്യമായിട്ട് വീണ്ടും വാട്സാപ്പിലൊരു മെസ്സേജ് വരികയാണ്. സ്റ്റോറി ടെല്ലർ എന്ന നിലയിൽ താങ്കളുടെ പേര് വെക്കുന്നുണ്ട്, ഏത് പേരിലാണ് താങ്കൾ അറിയപ്പെടുന്നത് എന്നോട് ചോദിച്ചു. സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് തന്നെ വെക്കലായിരുന്നു ഉചിതം. പക്ഷേ വളരെ മാന്യനും അതുപോലെ തന്നെ തൻ്റെ കൂടെയുള്ളവരെ ചേർത്ത് പിടിക്കാൻ കാണിക്കുന്ന ഒരു മനസ്സുള്ള അദ്ദേഹം എൻ്റെ പേര് വെച്ചു. ആ പോസ്റ്ററിൽ സത്താർ സലീം എന്ന് കാണാം. അതുപോലെ തന്നെ അതിൻ്റെ ഷൂട്ടിംഗ് വേളയിലും പ്രിവ്യൂ സമയത്തും അതിൻ്റെ പ്രൊമോഷൻ സമയത്തുമൊക്കെ അദ്ദേഹം ബന്ധപ്പെടുകയുണ്ടായി പങ്കെടുക്കുവാനായി. പക്ഷെ പല തിരക്കുകൾ കാരണം സാധിച്ചില്ല. ഇതാണ് ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് എനിക്ക് പങ്കുവെക്കാനുള്ളത്. ഒരുപാട് അവാർഡുകൾ വാരിക്കൂട്ടി. ഇനിയും നല്ല നല്ല സിനിമകൾ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, പ്രത്യേകിച്ച് അഭിലാഷ് സാറിന് ഒരുപാട് നന്ദി. ഒരുപാട് കടപ്പാടുണ്ട് അദ്ദേഹവുമായി. തീർച്ചയായും ഇനിയും ഒരുപാട് കഥകളും സിനിമകളുമായി അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്യാൻ ദൈവം അവസരം നൽകട്ടെ. അതോടൊപ്പം തന്നെ സാറിനും ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേരുന്നു. നന്ദി, നമസ്കാരം.